സുഗമോദേവി സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ചന്ദ്രമതിയാണെങ്കിൽ ഹോട്ടൽ റോയലിൽ നിന്നും ഇസബലയെയും നന്ദനെയും കൈയോടെ പിടികൂടുകയാണ്. തന്റെ മീരയുടെ സ്ഥാനത്താണ് ദേവിക എന്നും അവളെ വിഷമിപ്പിക്കുന്ന ഒരു പരിപാടിക്കും താൻ കൂട്ടുനിൽക്കില്ല എന്നും അതുകൊണ്ട് നന്ദൻ എന്നോടൊപ്പം ഇപ്പൊ തന്നെ വരണം എന്ന് പറഞ്ഞുകൊണ്ട് പിടിച്ചു വലിക്കുന്നുണ്ട്. ഇസബലയാണെങ്കിൽ കൈവിട്, മര്യാദയ്ക്ക് ഇവിടെ നിന്നും ഇറങ്ങിപ്പോയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചന്ദ്രപതിയെ നന്ദന് മുന്നിൽ വെച്ച് ആട്ടി ഇറക്കുകയാണ്. നന്ദനാണെങ്കിൽ ഒരക്ഷരം മിണ്ടുന്നില്ല. അങ്ങനെ നാണം കെട്ട് ചന്ദ്രമതി അവിടെ നിന്നും ഇറങ്ങിപ്പോയി. വഴിയിൽ വെച്ച് ദേവികയെ കാണുമ്പോൾ മുരളിയോടും ദേവികയോടുമായിട്ട് എല്ലാ കാര്യങ്ങളും പറയുന്നു. ഇത് കേട്ട് ദേവികയാണെങ്കിൽ പൊട്ടിക്കരയണം. മുരളിയാണെങ്കിൽ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും മുരളിയേട്ടൻ ഒന്നും പറയണ്ട, ഈ കാര്യങ്ങളൊക്കെ എങ്ങോട്ടാ പോകുന്നതെന്ന് എനിക്കിപ്പോ ബോധ്യപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് അവളാണെങ്കിൽ അലറിക്കരയാണ്. എന്നിട്ട് വീട്ടിലേക്ക് വണ്ടി വിടാനായിട്ട് പറയുന്നു. അങ്ങനെ ഹോട്ടലിൽ വെച്ച് നന്ദനാണെങ്കിൽ ദേവിയെ കുറിച്ച് മാത്രമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ചന്ദ്രമതി ആന്റി എന്തായാലും ഇക്കാര്യം വീട്ടിൽ അറിയിക്കുമെന്നും ദേവിക്ക് അത് ഒരിക്കലും താങ്ങാൻ കഴിയില്ല എന്നൊക്കെ പറയുമ്പോൾ കെവിൻ ഇപ്പൊ തന്നെ ഇങ്ങെത്തും. എല്ലാ ടെൻഷനൊന്നും മാറ്റി വെച്ച് ഇവിടെ നിന്നും ഒന്ന് ഫ്രഷ് ആയിട്ട് പോകാമെന്ന് കരുതിയത്. ഇതിപ്പോ ഏതു നേരം നോക്കിയാലും ദേവിക 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 ദേവികയൊന്ന് മാറ്റി വെച്ച് നീ നിനക്ക് വേണ്ടി ഒരു മണിക്കൂറെങ്കിലും ജീവിക്കുന്നുണ്ടോ എന്നൊക്കെ പറയുമ്പോൾ ഇല്ല, ദേവി പാവാണെന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും വീണ്ടും അവൻ അത് തന്നെയാണ് പറയുന്നത്. അങ്ങനെ കെവിൻ വരുന്നുണ്ട്. കാര്യങ്ങളൊക്കെ തന്നെ കെവിനും അറിഞ്ഞിട്ടുണ്ട്, വീഡിയോ വൈറലായതും അതുപോലെ അവിടെ വെച്ച് സംഭവിച്ച കാര്യങ്ങളൊക്കെ തന്നെ. കെവിനാണെങ്കിൽ നന്ദനെ സമാധാനിപ്പിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. എനിക്ക് യാതൊരു സമാധാനവും കിട്ടില്ല, കാരണം എന്റെ ദേവി അവൾ ഇതൊക്കെ അറിഞ്ഞാൽ ചങ്ക് തകർന്നു പോയിട്ടുണ്ടാവും. പാവം ഇത്ര നേരമായിട്ട് എന്നെ വിളിക്കാത്തതിന്റെ കാരണവും അത് തന്നെയായിരിക്കും. ഞാൻ എങ്ങനെയാടാ അവളെ ഫേസ് ചെയ്യാന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാവിലെ തൊട്ട് രാത്രി വരെയും നന്ദൻ അത് തന്നെയാണ് പറയുന്നത്. ഇസബല്ലയ്ക്കാണെങ്കിൽ ദേഷ്യം വരുന്നുണ്ട്. നന്ദനിൽ എത്രത്തോളം ദേവിക ലയിച്ചു പോയിട്ടുണ്ടെന്നുള്ളതിന്റെ ആഴം അവൾ മനസ്സിലാക്കിയെടുക്കുകയാണ്. ദേവികയെ നന്ദനിൽ നിന്നും അകറ്റുന്നത് കുറച്ച് പ്രയാസപ്പെട്ട കാര്യമാണെന്നും കൂടി അതിൽ നിന്നും ഇസബല്ല മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ ഇസബല്ലയാണെങ്കിൽ ദേഷ്യപ്പെടുന്നുണ്ടെങ്കിലും അതിലാണെങ്കിൽ കുടിച്ച് ഫിറ്റാവുകയാണ്. എന്നിട്ട് വീണ്ടും ദേവിയെ കുറിച്ച് തന്നെ പറയുന്നുണ്ട്. ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല, നീ എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് ചെല്ലെന്ന് പറയുമ്പോൾ ഇല്ല, ഞാൻ വീട്ടിലേക്ക് പോവില്ല എന്നൊക്കെ പറഞ്ഞ് നന്ദനാണെങ്കിൽ വാശി പിടിക്കുകയാണ്. ഇതിനകം തന്നെ സിദ്ധാർത്ഥനും അതുപോലെ പ്രഭാവതിയും രജനിയും ഗിരീഷും എല്ലാവരും വീഡിയോ കണ്ടു കഴിഞ്ഞു. വൈറലായ വീഡിയോയ്ക്ക് പുറകിലെ നാണക്കേട് ആർക്കും തന്നെ സഹിക്കാവുന്നതിലും അപ്പുറമാണ്. എന്തായാലും മാധവനും രാധികയും ശാരികയും ആ വീഡിയോ കാണുന്നു. മാധവനാണെങ്കിൽ ഇതൊക്കെ കണ്ട് എന്തോ പോലെ തോന്നുന്നുണ്ട്. ശാരിക പറയുന്നുണ്ട്, ഒരു MLA ഭർത്താവാണ് നന്ദേട്ടൻ, അതിൻ്റെതായിട്ടുള്ള കാര്യപ്രാപ്തി നന്ദേട്ടൻ കാണിക്കേണ്ടതായിരുന്നു. ഇത് എന്തൊക്കെയാ ഈ കാണിച്ചു കൂട്ടുന്നത്, അല്ലെങ്കിലും കുറച്ച് മെച്യൂരിറ്റി കുറവുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശാരിക പറയുമ്പോൾ ഇതെന്തോ ഒരു ചതിയായിരിക്കാം, ഒന്നും അറിയാതെ സംസാരിക്കണ്ട, ചേച്ചിയെ വിളിച്ച് കാര്യങ്ങൾ അറിയാമെന്നൊക്കെ പറയുന്നു. എന്തൊക്കെ പറഞ്ഞാലും നന്ദേട്ടനെ ന്യായീകരിക്കാനായിട്ട് കഴിയില്ല എന്ന് ശാരിക പറയണം. പിന്നീട് ദേവികയുടെ ഒരു അവസ്ഥ കണ്ടിട്ട് പ്രഭാവതി ആണെങ്കിൽ അവളെ സമാധാനിപ്പിക്കാനായിട്ട് പോകുന്നുണ്ട്. മോളെ, ഇതൊന്നും കണ്ട് നീ വിഷമിക്കേണ്ട, ആ ഋഷി എന്നോട് ചെയ്തതുപോലെ ആരെങ്കിലും മനഃപൂർവ്വം കച്ച കെട്ടി ഇറങ്ങിയതായിരിക്കും എന്നൊക്കെ പറയുമ്പോൾ അമ്മ മിണ്ടിപ്പോവരുത്. അമ്മയും നന്ദുവും ചേർന്ന് RK നായരുടെ പ്ലാന്റിൽ ഒപ്പുവെക്കാനായിട്ട് എന്നെ നിർബന്ധിച്ചു. അപ്പൊ തന്നെ എനിക്ക് തോന്നിയതാണ് നിങ്ങൾ എന്തോ ഒരു വലയിൽ വീണിട്ടുണ്ടെന്ന്. സത്യം പറഞ്ഞാൽ എനിക്ക് പോലും അറിയാത്ത എന്തോ രഹസ്യം നിങ്ങൾ രണ്ടുപേരും കൊണ്ടു നടക്കുന്നുണ്ട്. ഇസബല്ലയും കെവിനൊക്കെ അതിന്റെ ഒരു ഭാഗമാണ്. അതുകൊണ്ടാണ് നന്ദു ഇസബല്ല വരയ്ക്കുന്ന വരയ്ക്കപ്പുറം കിടക്കാത്തത്. എനിക്കറിയണം അതെന്താണെന്ന്. എന്നെ ചതിക്കാൻ ഞാൻ ആരെയും സമ്മതിക്കും. എനിക്ക് നേരിട്ട അപമാനം. എന്റെ ഭർത്താവാണ് മറ്റൊരുത്തിയുടെ കൂടെ ഹോട്ടൽ റൂമിൽ. അത് ഏത് ഭാര്യയെ സഹിക്കുക? അമ്മയാണെങ്കിൽ സഹിക്കുമോ? ദേ നോക്ക്, നന്ദു ഇങ്ങോട്ട് എത്തട്ടെ, അവനോട് ഞാൻ ചോദിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേവികയാണെങ്കിൽ പൊട്ടിത്തെറിക്കുകയാണ്. എന്തായാലും ദേവികയുടെ പിന്നിലെ ആ ഒരു ദേഷ്യത്തിന് പിന്നിലെ വാസ്തവം മനസ്സിലാക്കി പ്രഭാവതിക്കാണെങ്കിൽ ഒന്നും മിണ്ടാനായിട്ട് കഴിയുന്നില്ല. കാരണം ഏത് ഭാര്യയ്ക്കും സഹിക്കാനാവാത്ത കാഴ്ചകളും കാര്യങ്ങളുമാണ് നടന്നിരിക്കുന്നത്. അങ്ങനെ സിദ്ധാർത്ഥനാണെങ്കിൽ നന്ദനെയും വെയിറ്റ് ചെയ്ത് മുറ്റത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുകയാണ്. പതിവ് പോലെ തന്നെ ഇസബല്ലയാണ് കുടിച്ച് ഫിറ്റ് ആയിട്ടുള്ള നന്ദന്റെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് വിടുന്നത്. അങ്ങനെ നന്ദനോട് ഇറങ്ങി പോകാനായിട്ട് പറയുന്നുണ്ട്. താൻ വരുന്നില്ലെന്ന് ചോദിക്കുമ്പോൾ എന്നെ കണ്ട പ്രശ്നമാവും, അതുകൊണ്ട് നീ പോയിക്കോ എന്നിങ്ങനെ നന്ദനോട് പറയുകയാണ് ഇസബല്ല. നന്ദനാണെങ്കിൽ വീട്ടിലേക്ക് കയറി വരുന്നുണ്ട്. എന്തായാലും വലിയൊരു ഭൂകമ്പം തന്നെയാണ് അവിടെ വെച്ച് സംഭവിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ കാത്തിരിക്കാം കൂടുതൽ എപ്പിസോഡ്സിനായിട്ട്. ബൈ ബൈ.